ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ റെനോ ഡസ്റ്ററിൻ്റെ 1.3 ടർബോ പെട്രോൾ മാനുവലാണ്. ഞാൻ ഇതിന് മുന്നേ, അതായത് ഒരു മാസം മുന്നേ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു വോക്കറൗണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്കാർ പറഞ്ഞ് ഡ്രൈവ് റിവ്യൂ ചെയ്യുക, വോക്കറൗണ്ട് മാത്രം ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. സോ നമുക്കിപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് കിട്ടാനും കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഇവർക്കാണെങ്കിലും ടെസ്റ്റ് ടൈം സംഭവങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എനിവേ നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാം. ബൈ ദ വേ, ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലാസ്റ്റാണ് ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ മൈക്ക് ഓഫായി പോയി. സോ ഞാനിതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻസോ സംഭവങ്ങളും നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ ഏതെങ്കിലും ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 സ്ക്രീൻസ് കിട്ടുന്നുണ്ട്. 10 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻസാണ് വരുന്നത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ പാനോറാമിക് സെൻറ്റർ, ഫോട്ടോ ഡിമിങ് എയർ വിംസ്, പവർ ടെയിൽ ഗേറ്റ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നുണ്ട്. ഡ്യുവൽ സോൺ AC ഉണ്ട്. പിന്നെ നമ്മുടെ ADAS 17 ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഞാനിപ്പോൾ കൈ വിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെയാണ് ലൈനൊക്കെ പിടിക്കുന്നത്. സോ അത് ഓണാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കി വെക്കാം, വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം. അതല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഹിൻഡ്രൻസ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ഓഫ് ആയിക്കോളും. ആൻഡ് അതല്ലാതെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് നമുക്ക് 2 സീറ്റ്സിലും. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് 2 സീറ്റ്സും. അങ്ങനെയൊക്കെ ആയിട്ട് നോർമലി ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ബേസിക് ഓവർവ്യൂ പറഞ്ഞാണ്. നമുക്ക് മെയിനായിട്ട് ഡ്രൈവിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഈ വാഹനത്തിന് ടർബോ പെട്രോൾ, ഇതിപ്പം മാനുവൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്ക് തരാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേറൊരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്, അതായത് DCT ആണ് പിന്നെ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. മാനുവൽ കേസിലേക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1.3 ടർബോ എന്ന് പറയുമ്പോൾ ഇത് മെർസീഡീസിൻ്റെ GLAയിലും അതുപോലെ A ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടർബോ പെട്രോൾ ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് 163 PS പവറും അതുപോലെ തന്നെ 280 Nm സ്റ്റേറ്റ് ഓഫ് ട്യൂണിലാണ്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി ഹൈവേയിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കോർണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പീരിയൻസും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഹൈവേയിൽ എക്സ്പീരിയൻസിലേക്ക് വരികയാണെങ്കിൽ ഈ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ പേപ്പർ അത്യാവശ്യം നല്ല പവർ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ വണ്ടി ഇത് മാനുവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യൽ അത്യാവശ്യം ടർബോ ലാഗ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം 1.3 ലിറ്റർ ആണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ വരുന്നത് നമുക്ക് 1.5 ലിറ്റർ എഞ്ചിനാണ്. എന്തൊക്കെയായാലും കുറച്ച് വലിയ ടർബോ വരുമ്പോഴേക്കും നമുക്ക് ഇനീഷ്യലി ഒരു ടർബോ ലാഗ് വരും. ഈ വണ്ടിയിലും നമുക്ക് 2500 RPM കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിനായിട്ട് ഇതിന് ടർബോ പീക്ക് ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് നല്ലൊരു പുഷ് ബാക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ ഏകദേശം ഒരു 6000 RPM വരെ കോൺസ്റ്റൻ്റ് ആയിട്ട് വണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. ഹൈവേയിൽ പെട്ടെന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പറന്ന് കയറിക്കോളും. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വേറൊരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇതിപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് ടർബോ ലാഗ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോമാറ്റിക് ആണ്, നമ്മുടെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ടർബോ ലാഗ് ഫീൽ ചെയ്യില്ല. കാരണം വണ്ടി തന്നെ പ്രോപ്പറായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമ്മളെപ്പോഴും ടർബോയുടെ സോണിൽ തന്നെയായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലും ഫീൽ ചെയ്യില്ല. ഇതിപ്പോൾ ജസ്റ്റ് സിഗ്നൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വണ്ടി പുഷ് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സ്പീഡ് കയറുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓവറോൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് നല്ല റെസ്പോൺസ് ഉണ്ട് ഈ വാഹനത്തിന്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും ഹൈവേയിൽ നമ്മൾ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് തന്നെ വെയിറ്റ് കൂടുന്നുണ്ട്. കോർണേഴ്സിലുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആ ഒരു സമയത്ത് പറയാം. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ Sierra സൈഡിലുണ്ട്, ടാറ്റയുടെ സെയിം സെഗ്മെൻറ്റ് തന്നെയാണ്. എനിവേ അതുപോട്ടെ, നമുക്കിതിന് ക്രൂസിങ് RPMs എല്ലാം ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വണ്ടി 100ലാണ് 6th ഗിയറിൽ ക്രൂസ് ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ അല്ല മാനുവലിൻ്റെ കേസാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് മിക്കവാറും സിമിലർ ആയിരിക്കും. എന്തായാലും മാനുവൽ ആണെങ്കിൽ നമ്മൾ 100ൽ 6th ഗിയറിൽ നമ്മുടെ ഇപ്പോൾ പുതിയ NH നാഷണൽ ഹൈവേസ് ഒക്കെ വരുന്നുണ്ടല്ലോ, 6 ലൈൻ റോഡൊക്കെ. സോ അതിലേക്ക് 100ലാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഏകദേശം 2000 to 2100 RPM ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ ടാക്കോമീറ്റർ നിൽക്കുക. അത്യാവശ്യം നല്ല റേഞ്ചാണ്. നോർമലി എല്ലാ വണ്ടികളിലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ കാറ്റഗറിയിൽ നിൽക്കാറുള്ളത്. ഇനി അതല്ല, നമ്മുടെ ഇവിടുത്തെ സാധാരണ ഹൈവേസ്, അതായത് നമ്മുടെ 4 ലൈൻ റോഡ്സിലൊക്കെ നിങ്ങൾക്ക് 80ലൊക്കെ ക്രൂസ് ചെയ്ത് പോകാനാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു 1500 to 1600 റേഞ്ചിലാണ് ഈ വണ്ടി 6th ഗിയറിൽ RPM ഹോൾഡ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ല ക്രൂസിങ് RPM ആണ്, നമുക്ക് നല്ല മൈലേജ് കിട്ടും. ഞാൻ കുറച്ച് ദൂരത്തേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി എടുത്തത് നമ്മൾ കലൂരിൽ നിന്നാണ്, അത് കഴിഞ്ഞ് കളമശ്ശേരി വരെ പോയി ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് ആണ്. അവിടെ അധികം നമ്മൾ പുഷ് ചെയ്യാതെ ഒരു നോർമൽ ത്രോട്ടിലൊക്കെ ഓടിച്ച സമയത്ത് 14 kmpl 14.3 kmpl വരെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹൈവേയിൽ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 16 to 18 വരെയൊക്കെ ഡൂവബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നോർമൽ സിറ്റിയിൽ നമ്മൾ ജസ്റ്റ് മറ്റേ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലൊക്കെ പോവുകയാണെങ്കിൽ മിക്കവാറും 10 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ മൈലേജ് കിട്ടുള്ളൂ. യൂഷ്വലി എല്ലാ ടർബോ പെട്രോൾസും ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കുറ്റം എന്ന് പറയാൻ പറ്റില്ല. ഏത് പെട്രോളിൻ്റെ ആണെങ്കിലും നമുക്കിപ്പോൾ പഴയ ഡീസൽ വണ്ടികൾ പോലെ അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിന്നും മൈലേജ് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. അല്ലെങ്കിൽ പിന്നെ ഹൈബ്രിഡ് എടുക്കണം. ഈ വണ്ടിയുടെ തന്നെ ഹൈബ്രിഡ് വരുന്നുണ്ട്, അത് ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും വരും. അത് കിടിലൻ ടെക്നോളജിയാണ്. 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡാണ് അവർ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. അതും 160 ഹോഴ്സ് പവർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സീറോ ടു 100 ആ വാഹനത്തിൻ്റെ ക്ലെയിംഡ് 9 സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനാണ്. ആൻഡ് റെനോയുടെ DHT, അതായത് നമ്മുടെ ഫോർമുല ഇ ഡ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് അവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്മൂത്ത്നെസ്, ഓവറോൾ ഇതിൻ്റെ ഈവൻ മൈലേജ് ഒക്കെ ആണെങ്കിൽ പോലും എല്ലാം അത്യാവശ്യം ഹൈ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസും കൂടെ അറിഞ്ഞാൽ മതി, ബാക്കി സംഭവങ്ങളെല്ലാം നൈസ് ആയിരിക്കും. ഇനി ഈ വണ്ടിയുടെ കേസിൽ തന്നെ നമ്മൾ ഇതിൻ്റെ 0 to 100 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനുവൽ ആയതുകൊണ്ട് ചെറിയൊരു ഡ്രൈവർ എററൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് കിട്ടിയത് 10.33 സെക്കൻഡ്സിനടുത്താണ്. ഞാൻ ജസ്റ്റ് ക്ലിപ്പ് കാണിച്ചു തരാം.
സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഹൈവേ പെർഫോമൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബാക്കി കോർണർ ടെസ്റ്റിങ്ങിലേക്ക് പോവാം. വണ്ടി ഇറക്കിയ സമയം തൊട്ട് തന്നെ റെനോ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ്, അതുപോലെ കോർണേഴ്സിലുള്ളതിൻ്റെ സ്റ്റെബിലിറ്റി, സ്റ്റിയറിംഗ് ഫീൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോർണേഴ്സ് ഇതായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വണ്ടി വളവിലൊക്കെ വളരെ സ്റ്റേബിളാണ്. ഈവൻ ഹൈ സ്പീഡ് ഹൈവേയിലൊക്കെ പോകുകയാണെങ്കിലും സ്റ്റെബിലിറ്റിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വളവിൽ നമുക്ക് ഈ ഒരു കമ്പാരിസൺ, അതായത് ഈ സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫീൽ ഈ വണ്ടിയുടെ ഗംഭീരമാണ്. പ്രോപ്പറായിട്ട് സെൽഫ് സെൻറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് കോർണേഴ്സിൽ സ്റ്റിയറിംഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മൾ തിരിക്കുന്നതെല്ലാം നമുക്ക് അതിനനുസരിച്ച് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ആ കേസിൽ അടിപൊളിയാണ്. പിന്നെ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ടോപ്പിലും ബോട്ടും രണ്ട് സൈഡും ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം ഉണ്ട്. ആൻഡ് ആ ഒരു നമ്മളിപ്പം മറ്റേ 10-2 പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 9-9 പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം ഹോൾഡ് ചെയ്ത് നമ്മുടെ കൈ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഫിനിഷും വരുന്നത്. അതുകൊണ്ട് ആ കേസ് കുഴപ്പമില്ല. അല്ലാതെ നമ്മളിപ്പോൾ കോർണേഴ്സ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഈ വളമൊക്കെ നമ്മൾ വളയ്ക്കുമ്പോൾ വണ്ടി നല്ല ഒരു പ്ലാന്റഡ് ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ പെർഫോമൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണിത്. എന്നിട്ടും ഇത്രയും പെർഫോമൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം. സോ എന്നാൽ പോലും കുറച്ചും കൂടെ അണ്ടർ സ്റ്റിയറൊക്കെ അണ്ടർ കൺട്രോൾ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റോക്കായിട്ട് വരുന്ന JK ടയേഴ്സിൻ്റെ ഒരു ടയറാണ്. 18 ഇഞ്ച് വീൽസാണ് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ടയേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രിപ്പൊക്കെ അണ്ടർ കൺട്രോൾ വെക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ സ്റ്റോക്കായിട്ടുള്ള സെറ്റപ്പിൽ നോർമലായിട്ട് നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യുകയാണെങ്കിൽ ഒന്നും അറിയാൻ പോകുന്നില്ല. ഭയങ്കര എക്സ്ട്രീം ആയിട്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടി എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് പുഷ് ചെയ്യുമെന്ന്. സോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടയേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയാൻ പറ്റിയ വേറൊരു സംഭവമാണ് ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി. അതും ഗംഭീരമാണ്. റെനോ ഇനീഷ്യലി ഇത് ലോഞ്ച് ചെയ്ത സമയത്തും അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്റർ ഇറങ്ങിയപ്പം ആ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു അതിൻ്റെയും റൈഡ് ക്വാളിറ്റി. ആൻഡ് അതിന് ഹാൻഡ്ലിംഗ് അത്യാവശ്യം നൈസ് ആയിരുന്നു. ഈ വണ്ടിയുടെയും റൈഡ് ക്വാളിറ്റി നമ്മൾ കുറച്ച് മോശപ്പെട്ട റോഡ്സ് കൂടെ, പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ ബ്രോക്കൺ പാച്ചസ് ഓഫ് റോഡ്സ് നമുക്ക് കാണാമല്ലോ അവിടെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ആയിട്ട്, അങ്ങനെയുള്ള സ്ഥലത്തോടെ ഈ വണ്ടിയിൽ ഒരു 40-50 ഒക്കെ വെച്ച് സ്പീഡ് ക്യാരി ചെയ്ത് പോവുകയാണെങ്കിലും, അതായത് കുറച്ച് ചെറിയ റോഡ്സൊക്കെ ആണെങ്കിലും നമുക്ക് അകത്തേക്കൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നും അറിയേണ്ട ആവശ്യമില്ല, വണ്ടിയെല്ലാം അത് തന്നെ അങ്ങ് അബ്സോർബ് ചെയ്ത് പൊക്കോളും. അതുകൊണ്ട് അതെനിക്ക് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അല്ലാതെ നമ്മൾ കുറച്ച് പതുക്കെയൊക്കെ എടുത്ത് പോവുകയാണെങ്കിലും അങ്ങനെ ഇപ്പം അതായത് വലിയ വലിയ കുഴിയൊക്കെ ആണെങ്കിലും അധികം ഫീൽ ചെയ്യാതെ തന്നെ മാക്സിമം നന്നായിട്ട് ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. FSD അങ്ങനെ സാധനങ്ങളും വരുന്നില്ല. സ്റ്റിൽ ഇത്ര നല്ല പെർഫോമൻസ് ഉണ്ട്. സോ റെനോ അതും കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ഒരുപക്ഷെ കിട്ടിയിരുന്നു. പക്ഷേ സ്റ്റിൽ റെനോ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഗംഭീര കാര്യം തന്നെയാണ്. ചിലപ്പോൾ കോസ്റ്റ് റീസൺസ് ആയിരിക്കും അവരത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ചിലപ്പോൾ 18.5 lakhs-ൻ്റെ അകത്ത് നിർത്താൻ പറ്റില്ലായിരുന്നു. ഇതല്ലാതെ നമുക്ക് ഈ വാഹനത്തിൽ ഒരു 1 ലിറ്റർ മോഡലും കൂടെ അവൈലബിൾ ആണ്. അത് നമ്മുടെ കൈഗറിലും അതുപോലെ മാഗ്നറ്റിലൊക്കെ ഉള്ള സെയിം എഞ്ചിനാണ്. 100 ഹോഴ്സ് പവറും 160 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഡ്രൈവിനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അത് പിന്നെ കുറച്ചുകൂടി ബേസിക് വേരിയൻസിൽ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1.3 ടർബോ തന്നെ എടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ റെക്കമെൻഡേഷൻ. ആൻഡ് നിങ്ങൾക്ക് DCTക്കുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് ഓവറോൾ കംഫർട്ട് ആണെങ്കിലും അതുപോലെ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് ഫീലും പിന്നെ ടർബോ ലാഗ് എല്ലാം കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ കുറച്ച് നിർത്താൻ പറ്റുന്ന ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കലായിരിക്കും. പിന്നെ നമുക്കിതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 10.49 lakhs പിന്നെ മാക്സിമം 18.49 lakhs വരെയാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസും കമ്പാരിറ്റീവ്ലി ചില വണ്ടികൾക്കൊക്കെ 11 lakhs-ലാണ് തുടങ്ങുന്നത്. അതിനേക്കാൾ കുറവാണ്. ആൻഡ് നമ്മൾ ഈവൻ ടോപ്പ് സ്പെക് വേരിയൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ പോലും 18.49 lakhs എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിരിക്കുന്ന കുഷാക് ഫേസ് ലിഫ്റ്റ്, ടൈഗൺ ഫേസ് ലിഫ്റ്റ്, അതൊക്കെ പിന്നെയും കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് പറയേണ്ട വണ്ടികളാണ്. അതിനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് തന്നെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. സ്റ്റിൽ അതിനേക്കാളൊക്കെ പ്രൈസ് കുറവാണ് ഈ റെനോ ഈ വാഹനത്തിന് വെച്ചിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് പിന്നെ മുകളിലേക്ക് വേറെ ഒരുപാട് വണ്ടികളുണ്ട്. ക്രെറ്റ ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്. ഇതൊക്കെ 20 ലക്ഷം രൂപയാണ് ടോപ്പ് എൻഡ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സിയർ ഉണ്ട് 21 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിന് ടോപ്പ് എൻഡ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് പ്രൈസ് കുറവാണ്. ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് ഉണ്ടോ? ഒരു രീതിയിലുമില്ല. നമുക്ക് എല്ലാ ഫീച്ചേഴ്സിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ വളരെ കിടലിനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. പിന്നെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 4 ഡിസ്ക് ബ്രേക്സ് കൊണ്ട് കിട്ടുന്നതായിരിക്കും. മാനുവലാണ് നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് വരുന്നുള്ളൂ. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത്. ഏതായാലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.